സൂറത്തുൽ അൻആമിലെ 151 മുതൽ 2 ആയത്തുകൾ ചില വസിയ്യത്തുകൾ നമുക്ക് നൽകുകയാണ്. ഈ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ഉമ്മുൽ കിതാബിൻ്റെ ഭാഗമായ ആയാത്തുൻ മുഹ്കമാത്ത്, സ്പഷ്ടമായ ദൈവിക സൂക്തങ്ങളിൽപ്പെട്ട ആയത്തുകളാണെന്നും പഴയ നിയമത്തിലെ തൗറാത്തിലെ 10 കൽപ്പനകൾക്ക് സമാനമാണെന്നും മഹാനായ അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൻ്റെ വസിയ്യത്ത് കാണാൻ നിങ്ങൾക്കാർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഈ 3 ആയത്തുകൾ അയാൾ ഓതിക്കൊള്ളട്ടെ എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്ൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോട് ഈ 3 സൂക്തങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുസരിക്കുമെന്ന് തന്നോട് ബൈഅത്ത് ചെയ്യാൻ, പ്രതിജ്ഞയെടുക്കാൻ പ്രവാചകൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് മഹാനായ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു ഇസ്ലാമിക ഈമാനിക ജീവിതത്തിൻ്റെ ധാർമ്മികമായ അടിത്തറയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചുരുക്കി ഒതുക്കി പറഞ്ഞു തരികയാണ് ഈ ആയത്തുകളിൽ. അള്ളാഹുവിൻ്റെ വഴി ഏതാണ് എന്ന ചോദ്യമുണ്ട്. ഒരുപാട് വഴികൾ അഥവാ വഴികേടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്, ഒരു അന്തരീക്ഷത്തിൽ ഞാൻ നടന്നു പോകേണ്ട വഴി ഏതാണ്? ഞാൻ തിരഞ്ഞെടുക്കേണ്ട വഴി ഏതാണ്? ആ വഴി അള്ളാഹുവിൻ്റെ വഴിയാണെന്നും ആ വഴി ഇതാണെന്നും പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. പ്രിയമുള്ളവരെ, ഖുർആനിലെ 6236 വചനങ്ങളുടെയും സന്ദേശം ഈ വഴിയെ പരിചയപ്പെടുത്തലാണ്. ദുനിയാവിൽ ഞാൻ മുന്നോട്ട് പോകേണ്ട വഴി ഏതാണ് ജീവിതത്തിൽ? എല്ലാ ആയത്തുകളുടെയും അന്തർധാര ഈ വഴിയേതാണ് എന്ന് നമുക്ക് കാണിച്ചു തരലാണ്. ഈ ആയത്തുകളിൽ റബ്ബ് പറയുന്നു, ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. തആലൗ, നിങ്ങൾ വരൂ, പറഞ്ഞു കൊടുക്കൂ നബിയെ, നിങ്ങൾ വരിൻ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ മേൽ ചുമത്തിയ നിയമങ്ങൾ എന്തെന്നറിയണ്ടേ? ലളിതമായി ചുരുക്കി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു കൊടുക്കൂ പ്രവാചകരെ. 1, അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അധികാരങ്ങളിലും അവകാശങ്ങളിലും മറ്റാർക്കെങ്കിലും പങ്കുണ്ടെന്ന് ആ ശിർക്കിന്റെ ജീവിതത്തിലേക്കും ആ ശിർക്കിന്റെ സംസ്കാരത്തിലേക്കും ആ ശിർക്കിന്റെ പ്രതിഫലനങ്ങളിലേക്കും ആ ശിർക്കിന്റെ പെരുമാറ്റ ശൈലികളിലേക്കും നീ പോകാതിരിക്കുക. ഒന്നാമത്തെ കാര്യം. മുവഹിദിന്റെ ജീവിതം ആഗ്രഹിക്കുന്നുവോ? ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിർക്കിന്റെ കാര്യത്തിൽ ജാഗ്രത. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. പ്രിയമുള്ളവരെ, ഇത് അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. പലപ്പോഴും നമ്മൾ ഉണർത്തിയിട്ടുള്ളതുപോലെ ജീവിതത്തിൽ ഒരുപാട് സുഹൃതങ്ങളുണ്ടാകാം, നല്ല ശീലങ്ങളുണ്ടാകാം. എല്ലാ സുഹൃതങ്ങളെയും നശിപ്പിച്ചു കളയുന്നതാണ് ശിർക്ക്. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അതുകൊണ്ട് ശിർക്കുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റുമില്ല. അത് ആത്മീയതയുടെ ശിർക്കാണെങ്കിലും ആധിപത്യത്തിന്റെ ശിർക്കാണെങ്കിലും. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പങ്കു ചേർക്കുന്ന എന്തും, എത്ര മനോഹരമായി പരിശുദ്ധ ഖുർആൻ ഒരുപാടിടങ്ങളിൽ ഇത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശദീകരണങ്ങൾ ആവശ്യമില്ല.
ഒന്നാമത്തെ തത്വം അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ. നിന്റെ ഹൽക്ക് അവൻ്റേതായിരിക്കെ, നീ തിന്നുകൊണ്ടിരിക്കുന്ന റിസ്ക് അവൻ്റേതായിരിക്കെ, ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഉടമസ്ഥത അവനായിരിക്കെ, നീ അവന് തുല്യനായി മറ്റൊരാളെ സങ്കല്പിക്കുക, അവന് കൊടുക്കേണ്ട അവകാശങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക, അവനിലേക്ക് ഉയരേണ്ട കൈകൾ വേറെ ഏതോ കേന്ദ്രങ്ങളിലേക്ക് ഉയരുക, അവനോട് കാണിക്കേണ്ട മനോഭാവം മറ്റൊരാളോട് കാണിക്കുക. പ്രിയമുള്ളവരെ, അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമാണ്. ഇസ്ലാമിക ജീവിതത്തെ, തൗഹീദിന്റെ ജീവിതത്തെ അത് തകർത്ത് കളയും. സ്വർഗത്തെ നമ്മളിൽ നിന്ന് വിദൂരമാക്കും, സ്വർഗത്തെ നമുക്ക് നിഷിദ്ധമാക്കും എന്ന് ഗൗരവത്തിൽ അറിയണം. രണ്ടാമത് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടുള്ള ബാധ്യത പറഞ്ഞിട്ട് ചേർത്താണ് ഖുർആൻ പലപ്പോഴും ഈ കാര്യം പറയുന്നത്. അല്ലാഹ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണിത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉപ്പാനെ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുന്ന ദീനാണ്. ഖാലിഖിനോടാണ് ഒന്നാമത്തെ ബാധ്യത. ആ ഒന്നാമത്തെ ബാധ്യതക്കെതിരായി വരുമ്പോഴല്ലാതെ മാതാപിതാക്കളോട് അനുസരണക്കേട് പാടില്ല എന്ന് പറഞ്ഞു. ഖാലിഖിനെ ധിക്കരിക്കാൻ കൽപ്പിക്കുമ്പോൾ മാത്രമേ അത് ബാധകമാകൂ. അഥവാ അങ്ങനെ ധിക്കാരം കാണിക്കുന്നതോടൊപ്പം മാതാപിതാക്കൾ ദൈവധിക്കാരത്തിന് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ മാത്രം അവരെ അവഗണിക്കുന്നു ആ വിഷയത്തിൽ, എങ്കിലും ആ സന്ദർഭത്തിലും വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ഏറ്റവും നന്നായി ദുനിയാവിന്റെ കാര്യങ്ങളിൽ, മാനുഷികമായ വിഷയങ്ങളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ അവരോട് ഇടപഴകണം എന്ന് പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞു വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്, ദാരിദ്ര്യത്തെ പേടിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലരുത്. അത്തരം ഒരു ആസൂത്രണം വേണ്ട. അത് റബ്ബിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായ വിഷയമാണ്. അതുകൊണ്ട് എടുത്തു പറഞ്ഞു പിന്നെ നഹ്നു നർസുഖുഹും വ ഇയ്യാഹും, അവർക്ക് റിസ്ക് നൽകുന്നത് നാം, നിങ്ങൾക്ക് നൽകുന്നത് നാം. നമ്മുടെ ഏരിയയിൽ കയറി നിങ്ങൾ കളിക്കണ്ട, അതാണ് ആ ഭാഷ. ആ കുട്ടികൾക്ക് റിസ്ക് നൽകുന്ന ബാധ്യത എന്റേതാണ്, നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതും നാമാണ്. അതുകൊണ്ട് ഭാവിയിൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് കരുതി, സാമ്പത്തിക പ്രയാസമുണ്ടാകുമെന്ന് കരുതി, കെട്ടിക്കേണ്ടി വരുമ്പോൾ പ്രയാസപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് അത്തരം ആസൂത്രണങ്ങൾ വേണ്ട, അത് തെറ്റാണ്. വലാ തഖ്തുലു ഔലാദക്കും മിൻ ഇംലാഖ്. വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം വളരെ വ്യക്തമാണ് വിഷയങ്ങൾ. പിന്നെ പറഞ്ഞു വലാ തഖ്റബുൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ. ഒരുവിധ ഫാഹിഷത്തുകളിലേക്കും അടുത്തു പോകരുത്, ചെയ്യരുത് എന്നല്ല പ്രിയമുള്ളവരെ, അടുത്തു പോകരുത്. ലാ തഖ്റബു, ഒരു വൃത്തികേടുകളിലേക്കും പോകരുത്. ഇനിയും എന്തെങ്കിലും വിശദീകരണം അതിൽ വേണോ? മാ ലഹറ മിൻഹാ വമാ ബതൻ, അത് പരസ്യമായതാകട്ടെ പരോക്ഷമായതാകട്ടെ, ഏതു തരത്തിലുള്ള വൃത്തികേടുകളിലേക്കും അശ്ലീലങ്ങളിലേക്കും വഷളായ തിന്മകളിലേക്കും അധർമ്മങ്ങളിലേക്കും നീ പോകാതിരിക്കുക. ജീവിത വിജയത്തിന്റെ സൂത്രവാക്യങ്ങൾ പറഞ്ഞു തരികയാണ് പരിശുദ്ധ ഖുർആൻ. വലാ തഖ്തുലു നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതാണ് അടുത്തത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദരം നൽകിയിട്ടുണ്ട് ഓരോ ജീവനും. അല്ലാഹു ആദരം നൽകിയ ജീവനെ അന്യായമായി ഹനിക്കാതിരിക്കുക. കൊലപാതകം, ഗുരുതരമായ പാതകം, അതിലേക്ക് പോകാൻ പാടില്ല. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. ദാലിക്കും വസ്വാക്കും ബിഹി, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് നൽകുന്ന വസിയത്തുകളാണിത്, നിങ്ങൾ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തഅഖിലൂൻ. വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ ഹത്താ യബ്ലുഗ അശുദ്ധഹു. അടുത്ത കാര്യം, യതീമിന്റെ മുതലിലേക്ക് അടുത്തു പോകരുത്. അവിടെയും ശ്രദ്ധിക്കണം, അടുത്തു പോകരുത് എന്നാണ് ശൈലി. വലാ തഖറബൂ മാലൽ യതീം, ചെയ്യരുത് എന്നല്ല. അങ്ങനെയൊക്കെ അടുത്തും അങ്ങനെ പോയി ചിലപ്പോ തിന്മയിലേക്ക് പോകാമെന്നതുകൊണ്ടാണ് ഈ തിന്മകളിൽ നിങ്ങൾ അടുത്തു പോകരുത് എന്ന ശൈലി പരിശുദ്ധ ഖുർആൻ സ്വീകരിച്ചത്. നേരത്തെ പറഞ്ഞല്ലോ, ഫാഹിഷാത്തുകളിലേക്ക് പോകരുത്, അടുക്കരുത്. ഫാഹിഷാത്തൊന്നും ഞാൻ ചെയ്യുന്നില്ലെന്നാ, അതിന്റെ അരികിലൂടെ, അതിന്റെ സൈഡിലൂടെ ഒന്ന് ഒളിഞ്ഞു നോക്കി, ഒന്ന് സംസാരിച്ചു,
ഒരു ചെറിയ വേറെ ഫാഹിഷത്ത് കുഴപ്പങ്ങളൊന്നും അതിലില്ല എന്ന ശൈലി വേണ്ട. അങ്ങനെ തിന്നു പോയി പുല്ലവസാനം തിന്ന അവസാനത്തെ അതിർത്തിയുടെയും അപ്പുറത്തുള്ള പുല്ലിലേക്ക് തലയിട്ട് കമ്പിവേലിയുടെ ഉള്ളിലൂടെ തലയിട്ട് തിന്നുന്ന ഒരു കന്നുകാലിയെ പോലെ ആയി പോവണ്ട. നീ അപകടമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ചിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അപകടകരമായ മേഖലകൾ സേഫ് സോണിൽ നിൽക്കുക. ഈ വിഷയത്തിൽ ധാർമ്മികതയുടെ സദാചാരത്തിന്റെ വിഷയത്തിൽ ഒരു സേഫ് സോണിൽ നിൽക്കുക. അപകടത്തിന്റെ മേഖലകളിലേക്ക് പോകരുത്. ഡേഞ്ചർ സോണിലേക്കുള്ള പോക്കാണത്. ലാ തഖ്റബു. അതുകൊണ്ട് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു അടുക്കരുത്, അതിലേക്ക് പോകരുത്. അതുപോലെ പൊള്ളിക്കുന്ന ഒന്നാണ് യത്തീംകുട്ടിയുടെ മുതൽ. ഹത്താ യബ്ലുഗ അശുദ്ധഹു. അവൻ വളർന്ന് പക്വതയെത്തി കാര്യപ്രാപ്തി നേടുന്നത് വരെ അവന്റെ സമ്പത്തിലേക്ക് ഏറ്റവും നല്ല നിലയിലല്ലാതെ നീ അടുത്തു പോകരുത്. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. അടുത്തത് അളവുകളും തൂക്കങ്ങളും കൃത്യമാക്കുക, അത് നീതിപൂർവമാക്കുക. ചൂഷണങ്ങൾ ചെയ്യാതിരിക്കുക. ഒരുവിധ കാപട്യവും കച്ചവടക്കാരെ നിങ്ങൾ ചെയ്യരുത് എന്നല്ല. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്. അത് വെളിച്ചെണ്ണ കച്ചവടമായാലും സ്വർണ്ണ കച്ചവടമായാലും അരിക്കച്ചവടമായാലും ഏത് വ്യാപാരമായാലും അവിടെ നീ സൂക്ഷിക്കണം. ഇത് മാറ്റമില്ലാത്ത മൂല്യത്തിന്റെ അടിത്തറകൾ പറഞ്ഞു തരികയാണ് റബ്ബുൽ ഇസ്സത്ത്. വലാ നുകല്ലിഫു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാൾക്കും വഹിക്കാനാവാത്തതൊന്നും അള്ളാഹു അയാളിൽ ചുമത്തൂല. അള്ളാഹുവാണ് ശാരി. അവനാണ് നിങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന നിയമദാതാവ്. അവനാണല്ലോ നിങ്ങളെ സൃഷ്ടിച്ചത്. അവനറിയാം നിങ്ങളുടെ ബലവും ദൗർബല്യവും. എല്ലാം അറിയുന്ന തമ്പുരാനിൽ നിന്നാണ് ഈ മാർഗദർശനങ്ങൾ വരുന്നത്, ഈ വസിയത്തുകൾ വരുന്നത്. പിന്നെ പറഞ്ഞു വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ. സംസാരിക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷ്മത വേണം. നീതിയുടെ വാക്കാണ് നീ പറയേണ്ടത്. ഇദാ ഖുൽതും ഫഅദിലു. സംസാരിച്ചാൽ നീതിപൂർവ്വം സംസാരിക്കുക. ഉറ്റ ബന്ധുവാകുമ്പോൾ ഒരു ഇളക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തു പറഞ്ഞു വലൗ കാന ദാ ഖുർബ. അത്തരം ഒരു സ്വജനപക്ഷപാതം പിടികൂടണ്ട. വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നീതിപൂർവ്വം പറയുക. തനിക്കെതിരായാലും തന്റെ കുടുംബത്തിനെതിരായാലും തന്റെ ബന്ധുക്കൾക്കെതിരായാലും തന്റെ സംഘടനകൾക്കെതിരായാലും തന്റെ പാർട്ടിക്കെതിരായാലും ഒരുപക്ഷേ തന്റെ നേതൃത്വത്തിനെതിരായാൽ പോലും നീതിയുടെ താല്പര്യം എന്താണോ ആ നീതിയുടെ പക്ഷത്ത് നീ നിൽക്കണം. വലൗ കാന ദാ ഖുർബ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വസിയ്യത്താണ്. അതിന്റെ മുമ്പിൽ പിന്നെ ഒരു വിശദീകരണവും പ്രസക്തമല്ല. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ അറിയണം. പിന്നെ പറഞ്ഞു ഒബിഅഹദില്ലാഹി ഔഫു. അല്ലാഹുവിന്റെ കരാർ അത് നിങ്ങൾ മുറുകെ പിടിക്കണം. ദാലിക്കും വസ്വാക്കും ബിഹി ലഅല്ലക്കും തദക്കറൂൻ. നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും ദാലിക്കും വസ്വാക്കും ബിഹി. ഓരോന്ന് കഴിയുമ്പോഴും ഓർമ്മിപ്പിക്കാൻ ഇതാരാണ് ഈ പറയുന്നത്? ദാലിക്കും വസ്വാക്കും ബിഹി. അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് വസിയത്ത് നൽകുകയാണ്. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഉത്ബുദ്ധരാകാൻ. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉഹു. ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വഴി. പോകേണ്ട വഴി ഏത്? അതാണല്ലോ പ്രശ്നം. പറഞ്ഞു തരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചല്ലോ. ശിർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ മുതൽ അവസാനം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ഈ വസിയ്യത്തുകൾ മുറുകെ പിടിക്കുക. ഇതാണ് എൻ്റെ വഴി. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉഹു. ഈ വഴിയേ പോവുക, ഈ വഴിയേ പോവുക. ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും. വലാ തത്തബിഉസ് സുബുൽ. വേറെ വഴികളിലേക്ക് തിരിയണ്ട, വേറെ വഴികളിലേക്ക് നോക്കണ്ട, വേറെ ആളുകളുടെ വാക്കുകൾ കേൾക്കണ്ട. വലാ തത്തബിഉസ് സുബുൽ. അതേത് ഇസത്തിന്റെ പേരിലായാലും, അതേത് മതത്തിന്റെ പേരിലായാലും, അതേത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലായാലും, വലാ തത്തബിഉസ് സുബുൽ. വേറെ ഒരു വഴിയിലേക്കും മറ്റു മാർഗങ്ങളിലേക്ക് തിരിഞ്ഞു പോകരുത്. അങ്ങനെ തിരിഞ്ഞു പോയാൽ ഫതഫറഖ ബികും അൻ സബീലിഹി. ഈ വഴിയിൽ നിന്ന് അതൊക്കെ നിങ്ങളെ തെറ്റിച്ചു കളയും. പ്രിയമുള്ളവരെ, ഇത്ര ലളിതമായി, ഇത്ര സിമ്പിളായിട്ട് പരിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. വേറെ ഏതെങ്കിലും വഴികളിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ ഫതഫറഖ ബികും അൻ സബീലിഹി, ഇപ്പറഞ്ഞ തൗഹീദിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയും. അള്ളയാണ് പറയുന്നത്, തെറ്റിച്ചു കളയും.
അങ്ങനെ തെറ്റിപ്പോയതിന്റെ ചരിത്രമാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ ജീർണിച്ചു പോയതിന്റെ ചരിത്രമാണ് ഈ ഉമ്മത്തിന്റെ ജീർണതയുടെ അടിത്തറ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്ന ഈ വഴി 6236 വചനങ്ങളിലൂടെ വിശദീകരിച്ചു തന്ന വഴി, കണ്ണാടിയിൽ കാണുന്നത് പോലെ കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് വിശദീകരിച്ചു തന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും ലളിതമായി ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ മുയസ്സിറ, ഏറ്റവും സുന്ദരമായി വ്യാഖ്യാനിച്ചു തന്ന ഗുരുനാഥൻ ഇത് മുമ്പിൽ ഉണ്ടായിരിക്കെ മറ്റു വഴികളിലേക്ക് നോക്കി, മറ്റു മുദ്രാവാക്യങ്ങൾക്ക് കാതോർത്തു. ഇതാണല്ലോ കുറച്ചുകൂടി നല്ലതെന്ന് ചിന്തിച്ചു, ഇതിനേക്കാൾ കുറച്ചുകൂടി കാലോചിതം ഇതാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തിരിഞ്ഞുപോയി. അവിടെയാണ് വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും മൻ സബീലിഹി ദാലികും വസ്വാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വസിയത്താണ്, നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ എന്ന് റബ്ബുൽ ഇസ്സത്ത് സമാപിപ്പിക്കുകയാണ്. 3 സൂക്തങ്ങളും അവസാനിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ദാലിക്കും വസ്വാക്കും ബിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇത് അള്ളാഹുവിന്റെ വസിയത്താകുന്നു. ഞാൻ നിങ്ങളും ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ വഴി, ആ വഴിയാണ് പരിശുദ്ധ ഖുർആനിന്റെ വിഷയം. പ്രിയമുള്ളവരെ, ഈ ആയത്തുകളുടെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഖുർആനിലുടനീളം അള്ളാഹുവിന്റെ ഈ വഴിയാണ് സബീലുള്ള, അള്ളാഹുവിന്റെ വഴി. പ്രിയമുള്ളവരെ, ആ അള്ളാഹുവിന്റെ വഴി ചൂണ്ടിക്കാണിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ നിർവഹിച്ച ധർമ്മം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയോഗത്തിന്റെ അർത്ഥം. ആ വഴിയിലായിരിക്കണം ഞാനും നിങ്ങളും, ആ വഴിയിലാണെന്ന് ഉറപ്പുവരുത്തണം നമ്മൾ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ അടിയന്തിരമായി നിർവഹിക്കേണ്ട ആത്മപരിശോധന എന്ന് പറയുന്നത്. ആ വഴി വളരെ വിശാലമാണ്, ആ വഴി വളരെ സുതാര്യമാണ്, അത് സങ്കുചിതമല്ല, അത് കൊടുസുള്ള വഴിയല്ല, അത് പ്രകാശത്തിന്റെ പാതയാണ് അള്ളാഹുവിന്റെ വഴി. ആ വഴിയിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. ഇതാ ധാർമ്മിക ജീവിതത്തിന്റെ, സദാചാര ജീവിതത്തിന്റെ അടിത്തറകൾ പറഞ്ഞതാണ്. നിസ്കാരം പോലുള്ള ഇബാദത്തുകളും മാത്രമല്ല ആ വഴിയിലുള്ളത്. ആ വഴി വളരെ വിശാലമാണ്. ആ വഴിയെക്കുറിച്ച് നിരന്തരം ഖുർആൻ സംസാരിക്കുന്നു. ഈ വഴിയിൽ സഹജീവികൾക്ക് വേണ്ടിയുള്ള ഇൻഫാഖുണ്ട്. പക്ഷേ അടിവര അൻഫിഖു ഫീ സബീലില്ലാ, അൻഫിഖു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ വഴിയിലായിരിക്കണം ഇൻഫാഖ്. പാവങ്ങളെ സഹായിച്ചാൽ പോരാ, കൊടുത്താൽ പോരാ, കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം. അതാണ് ഫീ സബീലില്ലാ എന്ന അടിവര. ഞാൻ ധർമ്മിഷ്ഠനാണെന്ന് കാണിക്കാൻ കൊടുത്താൽ അത് ഫീ സബീലില്ലാവൂല, ഇൻഫാഖാകും, ഫീ സബീലില്ലാവൂല. അൻഫിഖു ഫീ സബീലില്ലാ. കുറെ കൂടി എന്നോട് ഇയാൾ ഔദാര്യം കാണിക്കാൻ വേണ്ടി ഞാനൊരു ഔദാര്യം കാണിക്കുക, അയാളിൽ നിന്ന് ഏതോ നിലക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുക്കുക. തീർച്ചയായും അത് അള്ളാഹുവിന്റെ വഴിയിലുള്ള ഇൻഫാഖല്ല, ഫീ സബീലില്ലയല്ല. പ്രിയമുള്ളവരെ, ഈ വഴിയിൽ പോരാട്ടമുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ അടിവര ഫീ സബീലില്ല, ജാഹിദു ഫീ സബീലില്ല. അള്ളാഹുവിന്റെ വഴിയിൽ ജിഹാദ് ചെയ്യണം, അള്ളാഹുവിന്റെ വഴിയിൽ പൊരുതണം. ഒന്നാമതായി നിന്നോട് തന്നെയുള്ള പോരാട്ടം, മുജാഹദത്തുൻ നഫ്സ്, എല്ലാ തിന്മകളോടുമുള്ള പോരാട്ടം. ആ പോരാട്ടം ഈ വഴിയുടെ സുപ്രധാനമായ ഒരു ഭാഗമാകുന്നു. പക്ഷെ അപ്പോഴും അറിയണം, ഫീ സബീലില്ല, അടിവര അള്ളാഹുവിന്റെ വഴിയിൽ. വഴിയിൽ അതിങ്ങനെ എപ്പോഴും നിർബന്ധപൂർവ്വം നിഷ്കർഷിക്കണം എന്നതുകൊണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് മറന്നുപോകും, യുദ്ധരംഗത്ത് പോലും മറന്നുപോകാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, നിങ്ങൾ കേട്ടിട്ടുള്ള സംഭവമാണ്. ശത്രുവിനെ മലർത്തിയടിച്ചു, അയാളുടെ കഴുത്ത് വെട്ടാൻ വാളോങ്ങി. പെട്ടെന്ന് അലി പിൻവാങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വെട്ടാൻ പോകുമ്പോൾ അവൻ എൻ്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. അപ്പൊ എൻ്റെ ഉള്ളിലൊരു വികാരമുണ്ടായി, എന്നെ പോലെ ഒരാളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിരിക്കുന്നു ഇവൻ. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വികാരമുണ്ട്, അതൊരു ജാഹിലിയ്യ വികാരമായിരുന്നു. അതെന്റെ മുഖത്ത് തുപ്പിയവരോടുള്ള വിദ്വേഷമായിരുന്നു. ആ വിദ്വേഷത്തിന്റെ മനസ്സോടുകൂടി ഞാൻ അയാളുടെ കഴുത്ത് വെട്ടിയാൽ അത് അള്ളാന്റെ വഴിയാവൂല, ഫീ സബീലില്ലാവൂല. അതുകൊണ്ട് ഞാൻ പോകുന്നു. ഇതാണ് സൂക്ഷ്മത. അള്ളാഹുവിന്റെ വഴിയിൽ പോരാട്ടമുണ്ട്, അള്ളാഹുവിന്റെ വഴിയിൽ ഇൻഫാഖുണ്ട്, അള്ളാഹുവിന്റെ വഴിയിൽ ഇബാദത്തുണ്ട്. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അത് ഫീ സബീലില്ലയാണോ എന്ന് നിഷ്കർഷിക്കണം, സ്വന്തത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. സഹാബെ കിറാം അങ്ങനെ ചോദിച്ചിരുന്നു. അള്ളാന്റെ റസൂൽ അങ്ങനെയാണ് പരിശീലിപ്പിച്ചിരുന്നത്. നമ്മളിപ്പോ ചെയ്തോ ഇല്ലേ എന്നേ നോക്കാറുള്ളൂ, അത് അള്ളാന്റെ വഴിയിലാണോ എന്ന് പരിശോധിക്കാറില്ല. ഞാൻ ചെയ്തോ ഇല്ലേ എന്നല്ല, അത് അള്ളാഹുവിന്റെ വഴിയിലായോ എന്ന് പരിശോധിക്കണം. പ്രിയമുള്ളവരെ, ആ വഴിയിൽ പാവങ്ങൾക്കായുള്ള പോരാട്ടമുണ്ട്.
അള്ളാഹുവിന്റെ അവകാശങ്ങൾ അടിച്ചമർത്തപ്പെട്ട അടിയാറുകൾക്ക് വേണ്ടിയുള്ള സമരമുണ്ട്, പോരാട്ടമുണ്ട്. ഖുർആൻ എടുത്തു പറഞ്ഞു അത് വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൽ മുസ്തദ്അഫീൻ. സമൂഹത്തിലെ ദുർബലർക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വഴി, അതിന്റെ വ്യാഖ്യാനമാണ്. അള്ളാഹുവിന്റെ വഴി എന്നതിന്റെ വ്യാഖ്യാനങ്ങളിൽ ഒന്ന് പാവങ്ങൾക്ക് വേണ്ടിയുള്ള അവശരായ അബലരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം ഈ വഴിയുടെ സുപ്രധാനമായ ഭാഗമാണ്. ആ വഴിയിൽ ഫലപ്രദമായ പ്രബോധനമുണ്ട്, ദഅവത്തുണ്ട്. നബിയോട് പറയാൻ അല്ലാഹു കൽപ്പിച്ചു സൂറത്ത് യൂസുഫിൽ, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. പറയൂ നബിയെ, ഞാൻ ചെയ്യുന്നത് എന്താണ് എന്നവരോട് പറഞ്ഞു കൊടുക്കൂ. ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വഴി. ഞാൻ അതിലേക്ക് അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഞാൻ വിളിക്കുകയാണ്. അന വമനിത്തബഅനി, ഞാൻ മാത്രമല്ല എന്നെ പിന്തുടർന്നു വന്ന ആളുകളും അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന പണിയിലാണ്. അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കുന്ന പണിയിലാണ്. അത് അല്ലാഹുവിന്റെ റസൂൽ മാത്രമല്ല മുഅ്മിനീങ്ങളും ചെയ്യേണ്ടതാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അന വമനിത്തബഅനി, അതുകൊണ്ട് അല്ലാഹുവിലേക്ക്, അവിടെയും അടിവര ഇലല്ലാ, അദ്ഉ ഇലല്ലാ, അല്ലാഹുവിലേക്കാണ് വിളി, വ്യക്തിയിലേക്കല്ല. എന്റെ സംഘടനയുടെ നേതാവിന്റെ വ്യക്തിപ്രഭാവത്തിലേക്കല്ല വിളിക്കുന്നത്. ആ വിളി ഇസ്ലാമിക പ്രബോധനമല്ല, വ്യക്തിക്കല്ല പ്രാധാന്യം, അള്ളാഹുവിലേക്കുള്ള വിളിയാണ്. ഞാൻ അള്ളാഹുവിലേക്ക് വിളിക്കുന്നു, എന്റെ കൂടെയുള്ളവരും വിളിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുകയാണ്. ഈ മാർഗത്തിൽ, ഈ അള്ളാഹുവിന്റെ വഴിയിലുള്ള സഞ്ചാരത്തിന്റെ മാർഗതടസ്സം എന്താണ് എന്ന് ചോദിച്ചാൽ ഭൗതികമായ താല്പര്യങ്ങളുടെ അതിപ്രസരമാണ്. ഇത് വ്യക്തിയെ ബാധിക്കാം, സംഘത്തെ ബാധിക്കാം, സംഘടനകളെ ബാധിക്കാം. അള്ളാഹുവിന്റെ വഴിയിലുള്ള ഈ സഞ്ചാരത്തിന്റെ മുമ്പിലുള്ള പ്രശ്നം ഭൗതികമായ താല്പര്യങ്ങളുടെ അതിപ്രസരമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ വഴിയിൽ ഇറങ്ങാൻ മടിച്ചിരിക്കുകയാണ് നമ്മളൊക്കെ. എന്താ കാരണം? നമ്മൾ പല കാരണവും പറയും. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്ത് തൗബയിൽ, യാ അയ്യുഹല്ലദീന ആമനൂ മാലക്കും, അല്ല മോമിനീങ്ങളെ, നിങ്ങൾക്ക് എന്ത് പറ്റി, എന്ത് സംഭവിച്ചു പോയി? ഇദാ ഖീല ലക്കും അൻഫിറൂ ഫീ സബീലില്ലാഹി സാഖൽതും ഇലൽ അർള്. അല്ല, ഇറങ്ങാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒട്ടിപ്പിടിച്ചു കളഞ്ഞല്ലോ, നിലത്തോടൊട്ടിക്കളഞ്ഞല്ലോ എന്നാണ്, തറയായി പോയല്ലോ എന്നാണ്. ഇസാഖൽതും ഇലൽ അർള്. അടുത്ത ചോദ്യം, അറളീതും ബിൽ ഹയാത്തി ദുനിയ. അതാണ് അതിന്റെ കാരണം. നിങ്ങൾ ഈ ദുനിയാവിന്റെ ജീവിതത്തോട് ഒട്ടിപ്പിടിച്ച് അതിൽ സംതൃപ്തരായി അത് മതിയെന്ന് വെച്ചോ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കാൻ. എന്നാൽ മനസ്സിലാക്കണം, ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ. ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവുണ്ടല്ലോ, ഏതൊരു ദുനിയാവിനെ മുൻനിർത്തി പുറപ്പെടാൻ മടിക്കുന്നുവോ, അല്ലെങ്കിൽ തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് അള്ളാഹുവിന്റെ വഴിയിൽ സഞ്ചരിക്കാതിരിക്കാൻ ന്യായങ്ങൾ കണ്ടെത്തുന്നുവോ, ആ ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം ഖലീൽ, വളരെ തുച്ഛമാണ്, ഖലീലാണ്. പ്രിയമുള്ളവരെ, അതിനപ്പുറം പറയേണ്ടതില്ലല്ലോ. പരിശുദ്ധ ഖുർആൻ എത്ര ലളിതമായി വിശദീകരിച്ചു തരികയാണ്. നമ്മുടെ അന്തരീക്ഷം മാറിയിട്ടുണ്ട്, നമ്മുടെ കാലാവസ്ഥകളിൽ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്, അധികാരത്തിന്റെ തലപ്പത്ത് ഒരുപാട് അഴിച്ചുപണികൾ സംഭവിച്ചിട്ടുണ്ട്, അധികാരികൾ മാറിയിട്ടുണ്ട്. ഇപ്പൊ ആളുകൾ പുനർവിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പുനഃപരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ പുതിയ അധികാരത്തിൽ വന്ന ആളുകളും ഭരണകൂടങ്ങളും അവരെ ഒന്നുകിൽ പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിക്കുന്നു. അള്ളാന്റെ വഴിയിൽ സഞ്ചരിക്കേണ്ട ആളുകളും അല്ലാത്തവരും ഒരുപക്ഷെ അധികാരത്തെ പേടിക്കുന്നു, അല്ലെങ്കിൽ അധികാരത്തിന്റെ ബലം അവരെ പ്രലോഭിപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ അക്കാഡമീഷ്യന്റെ ഒരു പ്രസ്താവന വായിച്ചു. വെറും അക്കാഡമീഷ്യനൊന്നുമല്ല, അദ്ദേഹം ദേശീയ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷപദം വരെ അലങ്കരിച്ച, രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച വലിയൊരു കഴിവുള്ള പ്രതിഭാശാലിയായ ഒരു അക്കാഡമീഷ്യൻ. അദ്ദേഹത്തിന് പുതിയ ഭരണകൂടം ഒരു നക്കാപ്പിച്ചോ, അങ്ങനെയാണല്ലോ പറയേണ്ടത്, ഒരു സ്ഥാനം കൊടുത്തു. ആ സ്ഥാനത്തെത്തിയപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മുടെ ഇപ്പൊ നിലവിലുള്ള പ്രധാനമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഒരു മനുഷ്യനല്ല, അദ്ദേഹം ഭഗവാന്റെ അവതാരമാകുന്നു എന്ന്. ഇതാണ് അന്തരീക്ഷത്തിൽ വന്ന മാറ്റം, കാലാവസ്ഥാ വ്യതിയാനം. ആളുകളുടെ വാക്കുകൾ മാറിപ്പോവാൻ. ഇതുവരെ ഗാന്ധിജിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഗാന്ധിജി മാർക്സും ഒന്നുമല്ല, ഇത് ഭഗവാന്റെ അവതാരമാകുന്നു, താരതമ്യങ്ങളില്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച ബുദ്ധിജീവികളുടെ വാക്കാണ് ഈ പറയുന്നത്.
എന്തിനധികം പറയുന്നു, കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു യാഥാസ്ഥിതിക പണ്ഡിതൻ, ഏറ്റവും പ്രസിദ്ധനായ യാഥാസ്ഥിതിക പണ്ഡിതൻ, അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു ആ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച്. എന്ത് ഗുജറാത്ത്, ഏത് ഗുജറാത്ത്, എനിക്കറിഞ്ഞൂടാ. ഗുജറാത്ത് കലാപം അറിയില്ല? മാധ്യമപ്രതിനിധികൾ വിട്ടില്ല. വീണ്ടും ചോദിച്ചു, അല്ല നിങ്ങൾ അങ്ങനെ പറയാമോ, വലിയൊരു സംഘടനയെ നയിക്കുന്ന ആളല്ലേ നിങ്ങൾ, 2000-ഓളം ആളുകൾ മരണപ്പെട്ട, 1000-ഓളം ആളുകൾ ഇപ്പോഴും ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാനില്ല. സംഭവം എന്താണെന്ന് പിന്നെ വിശദീകരിച്ചു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ കുറച്ച് സ്കൂളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ആ സ്കൂളിന് അവിടുത്തെ ഗവൺമെന്റ് ഇന്ന് ഗ്രാന്റ് കിട്ടുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അത് മുടക്കണമെന്നാണ്. ഞാൻ പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഒരുപക്ഷെ അധികാരം നമ്മളെ പ്രലോഭിപ്പിക്കും, അല്ലെങ്കിൽ അധികാരം നമ്മളെ പേടിപ്പിക്കും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ. അള്ളാഹുവിന്റെ വഴി സബീലുല്ലാ, പരിശുദ്ധ ഖുർആനിലുടനീളം പറഞ്ഞ അള്ളാഹുവിന്റെ ഈ വഴി, ഈ വഴിയിലൂടെ സഞ്ചരിക്കലാണ്. അതല്ലെങ്കിൽ ചോദ്യം അറളീത്തും ബിൽ ഹയാത്തി ദുനിയ. എന്നോടും നേതാവിനോടും പണ്ഡിതന്മാരോടും പാമരന്മാരോടും ഉമ്മത്ത് മുസ്ലിമയിൽ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, തുളച്ചു കയറുന്ന ചോദ്യമാണ്. അറളീത്തും ബിൽ ഹയാത്തി ദുനിയ. അല്ല, ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടോ? ദുനിയാവ് കൊണ്ട് തൃപ്തിപ്പെട്ടോ? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണണം. ഈ വഴിയിൽ സഞ്ചരിക്കാൻ പ്രിയമുള്ളവരെ തൗഫീഖ് വേണം. ഞാൻ അവസാനിപ്പിക്കും. ഈ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് വേണം, തൗഫീഖ് വേണം, അള്ളാഹുവിന്റെ ഉദവി വേണം. അതുകൊണ്ടാണ് അമ്പിയാക്കന്മാരുടെ മക്കൾക്ക് പലപ്പോഴും ഈ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയാതെ പോയത്. ഷെയ്ഖുൽ അംബിയ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ മോനാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല. മഹാനായ അവ്വൽ റസൂലിന്റെ ഭാര്യയാണ്, പക്ഷേ നൂഹ് നബിയുടെ ഭാര്യയ്ക്ക് ഈ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് കിട്ടിയില്ല. ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്, പക്ഷേ ഈ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് കിട്ടിയില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഉപ്പയാണ്, പക്ഷേ ഈ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് കിട്ടിയില്ല. അബൂജഹൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ബന്ധുവാണ്, പക്ഷേ അള്ളാഹുവിന്റെ ഈ വഴിയിൽ സഞ്ചരിക്കാൻ തൗഫീഖ് കിട്ടിയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. ഈ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ടായിരിക്കണം പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് സൂറത്തുൽ അഹ്കാഫിലാണെന്ന് തോന്നുന്നു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെയും നിങ്ങളുടെയും നിത്യമന്ത്രമാക്കേണ്ട ഒരു പ്രാർത്ഥന. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലൈക. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിലെ പദപ്രയോഗം റബ്ബി ഔസിഇനി, റബ്ബി ഔസിഇനി, തമ്പുരാനെ നീ ഉദവി നൽകണം, നീ പ്രചോദനം നൽകണം, നീ തോന്നിപ്പിക്കണം. എന്തിന്? നിനക്ക് നന്മ ചെയ്യുന്ന, ശുക്ർ ചെയ്യുന്ന ഒരു ജീവിതം നയിക്കാൻ. വഅൻ അമല സാലിഹൻ തറല്ലാഹു എന്നാണ് പിന്നെ പറയുന്നത്. അള്ളാഹുവേ, നിനക്ക് പൊരുത്തപ്പെട്ട ഒരു ജീവിതം, നിന്റെ വഴിയിലെ ജീവിതം നയിക്കാനുള്ള തൗഫീഖ്, അതിനുള്ള ഉദവി, അതിനുള്ള പ്രചോദനം, അതിനുള്ള തോന്നിപ്പിക്കൽ തമ്പുരാനെ നീ നൽകണം എന്ന് റബ്ബിനോട് തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇതിനായിട്ട് നമ്മുടെ മനസ്സ് തുറന്നു കിട്ടണം. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഇൻശിറാഹ് സദ്ർ കിട്ടണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനേക്ക് തുറന്നു തരണം. അങ്ങനെ തുറന്നു തന്നാൽ പ്രിയമുള്ളവരെ, പ്രതിസന്ധികളും പുഞ്ചിരിയോടുകൂടി നേരിടാൻ ഒരു പ്രയാസവുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരൊറ്റ വാക്കുകൂടി ഉദ്ധരിച്ചുകൊണ്ട്. മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല, ഉസ്മാൻ ഇബ്നു മൽഊന് പ്രതിസന്ധി നിറഞ്ഞ മക്ക കാലഘട്ടത്തിൽ ഒരു മുശ്രിക്കായ മനുഷ്യൻ അഭയം കൊടുത്തു, വലീദ് ഇബ്നു മുഗീറ. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, വലീദേ, എനിക്ക് നിന്റെ അഭയം വേണ്ട, എനിക്ക് നിന്റെ അഭയം വേണ്ട. അള്ളാന്റെ റസൂലും സഹാബത്തും ഇത്തരം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതൊന്നും അനുഭവിക്കാതെ എൻ്റെ കുടുംബത്തിന്റെ, എൻ്റെ ഗോത്രത്തിന്റെ സൗഭാഗ്യം അതെനിക്ക് വേണ്ട. വലീദ് ഇബ്നു മുഗീറ നിർബന്ധിച്ചു, അല്ല, താങ്കൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. സമ്മതിച്ചില്ല. അദ്ദേഹം അഭയം നിഷേധിച്ചു, അഭയം വേണ്ടെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഒരാൾ, ഒരു ശത്രുപക്ഷത്ത് നിന്നുള്ള ഒരാൾ ചാടിയണീറ്റ് അദ്ദേഹവുമായി പ്രശ്നമുണ്ടാക്കി കണ്ണിലടിക്കുകയാണ്. ഒരു കണ്ണദ്ദേഹത്തിന്റെ തകർന്നു. ആ സന്ദർഭത്തിൽ വലീദ് ഇബ്നു മുഗീറ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വില കൊടുത്ത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഭയം, വീണ്ടും താങ്കൾക്ക് അഭയം തരാം എന്ന് പറയുമ്പോൾ മഹാനായ ഉസ്മാൻ മൽഊന്റെ പ്രതികരണം, പ്രിയമുള്ളവർ, അത് മാത്രം കേൾപ്പിക്കാൻ വേണ്ടിയാണ്. വല്ലാഹി ഇന്ന ഐനി സ്വഹീഹ ലഫഖീറത്തുൻ ഇലാ മിസ്ലി മാ അസാബ ഉഖ്തുഹാ ഫില്ലാ. ഒരു കണ്ണിൽ അടിയുണ്ടെന്നല്ല നിങ്ങൾ ഇപ്പൊ വലിയ പ്രശ്നമായിട്ട് പറയുന്നത്. എന്റെ മറ്റേ കണ്ണ് കൊതിച്ചിരിക്കുകയാണ്
എന്റെ മറ്റേ കണ്ണു അല്ലാഹു സത്യം, വല്ലാഹി ഇന്ന ഐനി സ്വഹീഹ ലഫഖീറത്തുൻ ഇലാ മിസ്ലി മാ അസാബ ഉഖ്തുഹാ ഫില്ലാ. അല്ലാഹുവിന്റെ വഴിയിൽ അടികിട്ടാൻ മറ്റേ കണ്ണും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. വ ഇന്നി ലഫീ ജിവാറു മൻ ഹുവ അഅസ്സു മിൻക വ അഖ്ദർ യാ അബാ അബ്ദി ശംസ്. അല്ല, മനസ്സിലാക്കണം വലീദേ, നിന്നേക്കാൾ എത്രയോ ഇസ്സത്തുള്ളവന്റെ അഭയത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ കണ്ണും അടികൊതിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു തആല അൻഹു. അള്ളാഹിന്റെ വഴിയിൽ ഒരു അടികിട്ടൽ ഒരു ലക്ഷ്യമായി മാറുക, അള്ളാഹുവിന്റെ വഴിയിൽ ഒരു ഷഹാദത്ത് ഒരു സ്വപ്നമായി മാറുക, ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുമെന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും റസൂലുള്ളാഹി വളർത്തിയെടുത്ത സഹാബത്തിന്റെ ചരിത്രവും ബോധ്യപ്പെടുത്തി തരുന്നു. വർത്തമാന സാഹചര്യത്തിൽ ഏത് വഴിയിൽ ഞാൻ പോകണം എന്നതിന്റെ വെളിച്ചം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.